പുതുവർഷം ഇങ്ങ് എത്തിയതോടെ കോഴിക്കോട് നഗരം തിരക്കിലേക്ക് മാറി. മാനാഞ്ചിറയും ബീച്ചുമൊക്കെ പുതുവർഷ പുലരിക്കായുള്ള കാത്തിരിപ്പിലാണ്. പുതുവർഷം ആഘോഷമാക്കാൻ അവധിക്കാലത്ത് പുത്തൻ വഴികൾ കണ്ടെത്തുന്നവരുമുണ്ട്. എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പലയിടത്തും ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് പ്രധാനമായും മാനാഞ്ചിറയും ബീച്ചുമൊക്കെയാണ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രം. മാനാഞ്ചിറയിലാണെങ്കിൽ ഇതുപോലെ ഒരുപാട് വർണ്ണത്തിലുള്ള ലൈറ്റുകളൊക്കെയായി ഇങ്ങനെ ആഘോഷം പൊടി പൊടിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പലർക്കും പല വിശേഷങ്ങൾ ന്യൂ ഇയറിനെ പറ്റി പറയാനുണ്ട്. ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷമൊക്കെ? അടിപൊളിയാ. മാനാഞ്ചിറയിലാണോ സ്ഥിരം വരാറ് ന്യൂ ഇയർ ആഘോഷിക്കാൻ? നല്ലൊരു സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ. എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഒരു നല്ലൊരു ഗുഡ് ഇയർ ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. ന്യൂ ഇയർ ആഘോഷങ്ങൾ കണ്ടില്ലേ? കോഴിക്കോട് കാലിക്കറ്റ് എപ്പോഴും ഒരു വൈബാ. ഓണം എല്ലാവർക്കും എല്ലാ സ്ഥലത്തിലും ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് കാലിക്കറ്റ്. മാനാഞ്ചിറ കണ്ടില്ലേ? 2 കൊല്ലമായിട്ട് ഇവിടെ ലൈറ്റൊക്കെ വരുമ്പോൾ അടഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു. വീണ്ടും ഓണായി. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടോ? എന്ത് റെസൊല്യൂഷൻ എടുത്തിട്ട് കാര്യമല്ല. പിന്നെന്താ, ഒരാഴ്ച ഉണ്ടാവും കൂടിയാൽ. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പോവാ. എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം 2026 ആവുമ്പോൾ? നല്ല സന്തോഷത്തിലുള്ള ഒരു ജീവിതമാണ്, അത്രേ ഉള്ളൂ. 2025 സന്തോഷം കുറവായിരുന്നു. എന്താ കുറയാത്തിരി കാരണം? കുറച്ച് ട്രാജഡികളൊക്കെ സംഭവിച്ചു. ചായ കുടിച്ചോളൂ. ചായ, കോഫി, കല്ലുമൊക്കെ, കാടമുട്ട, കോളിഫ്ലവറുടെ കൂന്തളി, ചെമ്മീനി, കാടമുട്ട, കോളിഫ്ലവറൊക്കെ. 25 എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു? കുറച്ചുകൂടി ഉഷാറാണ്. 25 ഉഷാറ് കുറവായിരുന്നു. കുറച്ച് കുറവായിരുന്നു. ഇങ്ങോട്ട് വണ്ടിയൊക്കെ മാറ്റിയില്ലേ, കുറച്ച് കച്ചവടമൊക്കെ മോശമായിരുന്നു. ന്യൂ ഇയർ ആഘോഷിക്കാൻ പലരും വെളുക്കുവോളം കോഴിക്കോട് ബീച്ചിൽ എത്താറുണ്ട്. ഇവിടത്തെ ആഘോഷവും അത്ര ചെറുതല്ല. ഹായ്, എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ? അടിപൊളി. എങ്ങനെയാ ആഘോഷങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ആനമേള, കേക്ക് മുറി, എല്ലാ സംഭവം ഉണ്ട്. അടിച്ച് പൊളിക്കണം. കോഴിക്കോട് ബീച്ചിലെത്തി ഇതുപോലെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തുന്ന ഒരുപാട് പേര് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ വ്യത്യസ്ത രീതിയിലാണ് പല മനുഷ്യരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങൾ. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.